സൺഡേ ശലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിലെ 13ാമത്തെ വോളിയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ വോളിയത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പാലസ്തീന പ്രദേശം മുഴുവൻ ക്രിസ്ത്യൻ പ്രദേശമായി മാറി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോടെയാണ്. അത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതത്തെ പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി പലസ്തീനിയൻ റീജിയനിലെ ഭൂരിപക്ഷ മതം എന്നുള്ളത് ക്രിസ്തു മതമായി. ഇപ്പം AD 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയും ഇസ്രായേൽ റീജിയനിലെ പ്രമുഖ മതം ഭൂരിപക്ഷം ആളുകളും യൂതന്മാരായിരുന്നു, യഹൂദരായിരുന്നു. അതിനുശേഷം ഈ റോമാ സാമ്രാജ്യം ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചതിന് ശേഷം പതിയെ ക്രിസ്തു മതം അവിടുത്തെ പ്രമുഖ മതമായി തീർന്നു. യൂതമതം പതുക്കെ, യഹൂദരുടെ മതം പതുക്കെ താഴോട്ട് പോയി. ക്രിസ്തു മതത്തിൽ ആളുകളുടെ എണ്ണം കൂടി വന്ന് ഏതാണ്ട് 4-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയാകുമ്പോഴേക്കും പാലസ്തീന റീജിയനിലെ ബഹുഭൂരിഭാഗം ആളുകളും ക്രിസ്ത്യാനികളായി. 5-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മതം ക്രിസ്തു മതമാണ്. 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും പാലസ്തീന റീജിയനിലുള്ള പ്രമുഖ മതം എന്ന് പറയുന്നത് ക്രിസ്തു മതമാണ്. പിന്നീട് ഈ സെനേറിയയ്ക്ക് വ്യത്യാസം വരുന്നത് മുസ്ലിം ഇൻവാഷന് ശേഷമാണ്. മുസ്ലിം ഇൻവാഷൻ പാലസ്തീന റീജിയനിൽ ഉണ്ടാവുന്നത് AD 632-ലാണ്. AD 634-ലാണ് ഉമർ എന്ന് പറയുന്ന ഖലീഫ ഈ റീജിയൻ കോൺക്വർ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ പ്രദേശത്തേക്ക് ഇസ്ലാം മതം എത്തുന്നത്. ഇസ്ലാം മതം എത്തിക്കഴിഞ്ഞ് പിന്നീട് പതിയെ ഇസ്ലാം മതത്തിൻ്റെ വളർച്ച അവിടെ ഉണ്ടാവുകയും യഹൂദരും ക്രിസ്ത്യാനികളും ആ റീജിയൻ വിട്ടു പോവുകയോ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ഏകദേശം AD 12-ാം നൂറ്റാണ്ടായതോടെ യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും എണ്ണം വളരെയേറെ മിനിമൈസ്ഡ് ആയി പോവുകയും തീരെ നാമമാത്രമായി പോവുകയും അവിടെ മുസ്ലിങ്ങളുടെ എണ്ണം പരമാവധി മാക്സിമത്തിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും 3-ാം നൂറ്റാണ്ടിലേക്ക് പോവാണ്. AD 313 റോമ സാമ്രാജ്യം വലിയ സാമ്രാജ്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ പരന്നു കിടക്കുന്ന വലിയ സാമ്രാജ്യമാണ് റോമ സാമ്രാജ്യം. ഇതിൻ്റെ വലിപ്പം കൊണ്ട് റോമ സാമ്രാജ്യത്തിൽ 2 ഹെഡ് ക്വാർട്ടേഴ്സുകളുണ്ടായി. അതിലൊന്ന് റോം തന്നെയാണ്, 2 കോൺസ്റ്റാന്റിനോപ്പിളാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇന്നത്തെ ടർക്കിയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം. പിന്നീട് മുസ്ലിം ഇൻവാഷൻ വന്ന സമയത്ത് നമ്മൾ ഈ ജെറുസലേമിനെ എങ്ങനെ പാലസ്തീന എന്ന് നാമകരണം ചെയ്ത് അൺഇമ്പോർട്ടൻ്റ് ആക്കി മാറ്റാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ ആ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള പേര് മുസ്ലിങ്ങളെ ഇല്ലാതാക്കി കളഞ്ഞു. അതുകൊണ്ട് ഇപ്പം നമ്മൾ തുർക്കിയിൽ പോയി കഴിഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടൗൺ നമുക്ക് കണ്ടെത്താനാവില്ല. തുർക്കിയുടെ തലസ്ഥാനമായിട്ട് ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിളിനെ നിങ്ങൾക്ക് കാണാനാവില്ല. അന്ന് അത് ആ റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളായിരുന്നു, പടിഞ്ഞാറിൻ്റെ തലസ്ഥാനം റോമായിരുന്നു. പിന്നീട് AD 313 മുതൽ, ഒരു കൃത്യമായിട്ട് കാലഘട്ടം പറയാൻ കഴിയില്ലെങ്കിലും ചരിത്രകാരന്മാർ പറയുന്നത് AD 313 മുതൽ കിഴക്കൻ റോമാ സാമ്രാജ്യം ബൈസന്റൈൻ സാമ്രാജ്യം എന്നറിയപ്പെട്ടു തുടങ്ങി. ബൈസന്റൈൻ സാമ്രാജ്യം. അപ്പോൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തെ ഇനി മുതൽ നമ്മൾ ബൈസന്റൈൻ സാമ്രാജ്യം എന്നാണ് വിശേഷിപ്പിക്കുക. ഈ പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം ഈ ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തോടു കൂടി ഈ പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം, റോം തലസ്ഥാനമായിട്ട് റോമാ സാമ്രാജ്യം ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ ഓരോരോ എത്നിക് ഗ്രൂപ്പുകൾ, ജർമ്മനി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എത്നിക് ഗ്രൂപ്പുകൾ, ഇന്നത്തെ ജർമ്മനിയുടെ കാര്യം പറയുന്നത് അതിനൊക്കെ ഗോഡ്സ് എന്നൊക്കെയാണ് അതിൻ്റെ പേര് വളരെ വ്യത്യാസം ഉള്ളതാണ്. ബ്രിട്ടൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എത്നിക് ഗ്രൂപ്പുകൾ, അങ്ങനെ വിവിധ എത്നിക് ഗ്രൂപ്പുകൾ സ്ട്രോങ് ആവുകയും ഈ യൂറോപ്പ് മുഴുവൻ ഡിസിൻറ്റഗ്രേറ്റഡ് ആയി കൊച്ചു രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു പോവുകയും ചെയ്തു. ഇപ്പോൾ ഈ ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ ഫോർമേഷനോടെ ഏകദേശം ഈ പടിഞ്ഞാറൻ റോം എന്ന് പറയുന്നത് ആ റോമാ സാമ്രാജ്യം തന്നെ ഇല്ലാതായിപ്പോയി. ബൈസന്റൈൻ സാമ്രാജ്യമാണ് പിന്നീട് പവർഫുൾ ആയിട്ട് നിലകൊണ്ടത്. ബൈസന്റൈൻ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയുടെ പേരാണ് ഹെലന. അവർ കത്തോലിക്ക സഭയിലെ വിശുദ്ധയാണ്. ഈ ഹെലനയാണ് ജെറുസലേമിലേക്ക് എത്തുകയും അവർ AD 326 അവർ ജെറുസലേം വിസിറ്റ് ചെയ്ത് അവിടെ ദേവാലയങ്ങളുടെ പണി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ പ്രമുഖമായ ദേവാലയങ്ങൾ ഈ ജെറുസലേം ക്രിസ്ത്യാനിറ്റിയുടെ സെൻറ്ററായി മാറി. അവിടെ മുഴുവൻ ക്രിസ്ത്യൻസായി. ജ്യൂസിനെ ഇവിടുന്ന് പുറത്താക്കിയ കാര്യം കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറയുകയുണ്ടായി. ജ്യൂസിനെ ജെറുസലേമിൽ നിന്ന് പുറത്താക്കുകയും പിന്നെ ജ്യൂസിന് മദർ ടാക്സ് എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിലൊക്കെ എല്ലാ കാലത്തും നിലവിലുണ്ടായിരുന്നതാണ്. അവർ ഓരോരുത്തരും അവനവൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും റിലിജിയൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണം.
അതിനകത്ത് അൺയൂഷ്വലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എല്ലാ സമൂഹങ്ങളിലും ഇത് പതിവുള്ള കാര്യമായിരുന്നു. ഒരു രാജാവ് വേറൊരു രാജ്യത്ത് കയറി ഭരണം പിടിക്കുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള ആരാധന, ദൈവ ആരാധന തുടരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് തുടരണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു പേ എ ടാക്സ്, ഒരു ടാക്സ് കൊടുക്കണം. അപ്പം അതാണ് ഇപ്പോൾ നമ്മൾ ഈ മുസ്ലിങ്ങൾ ജസിയ വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിന്റെ പിന്തുടർച്ചയാണ്. അതൊക്കെ ആധുനിക കാലഘട്ടത്തിൽ പ്രാകൃതമായ രീതികൾ എന്ന നിലയ്ക്ക് എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞു. ഈ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രമാണ് ഇപ്പം ഈ ജസിയ എന്നൊക്കെ പറയുന്ന മതനികുതി എന്ന് പറയുന്ന സാധനമുള്ളത്. ബാക്കി പലതരത്തിൽ നികുതി പിരിക്കാമല്ലോ, പലതരത്തിൽ നികുതി പിരിക്കാം. അപ്പം അതിൽ നികുതി പിരിക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ മതത്തിൻ്റെ പേര് നികുതി പിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ ജ്യൂ ആയിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഹി ഹാസ് ടു പേ എ ടാക്സ്, അയാൾ ഒരു ടാക്സ് പേ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. അങ്ങനെ അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ കുറച്ചാൾ ടാക്സ് കൊടുത്തു കഴിയുമ്പോൾ ഒരാൾ ചോദിക്കും ഞാനെന്താ വെറുതെ ടാക്സും കൊടുത്ത് നിൽക്കണേ, നമുക്ക് മറ്റേ മതത്തിലോട്ട് മാറിയ പ്രശ്നം കഴിഞ്ഞില്ലേ. കാരണം ഇപ്പം നമുക്ക് മതങ്ങളിലോ അല്ലെങ്കിൽ ദൈവത്തിലോ ഉള്ളൊരു കൺവിക്ഷൻ പോലെ അന്നത്തെ കാലത്ത് അങ്ങനെ കൺവിക്ഷൻ ഒന്നുമില്ല. ഒന്നാമത് മനുഷ്യർക്ക് വിദ്യാഭ്യാസം ഇല്ല. ഏതെങ്കിലും ഒരു ലോക്കലായിട്ടുള്ള ഒരു പ്രഭുവിന്റെ കീഴിലാണ് സാധാരണ ജനങ്ങളൊക്കെ വരിക. ഈ പ്രഭുവിന് അത്യാവശ്യം വിദ്യാഭ്യാസം കാണും. ഈ പ്രഭു എന്ന് പറയുന്നത് 100 പ്രഭുക്കന്മാർക്ക് മേലെ വേറൊരു പ്രഭു ഉണ്ടാവും. ഈ പ്രഭുക്കന്മാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ രാജാവിന്റെ ഭരണ സംവിധാനങ്ങൾ താഴോട്ട് വരുന്നത് ഈ ഓരോ പ്രഭുക്കന്മാരുടെ ഓരോ റീജിയണൽ ആയിട്ടുള്ള ലോർഡ്സിന്റെ കീഴിലാണ് ഇങ്ങനെ വരിക. അത് ലോകത്തിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ലോർഡ്സിന്റെ മതം ഏതാണോ അത് തന്നെ സാധാരണക്കാരന്റെ മതം. ലോർഡ് മതം മാറാൻ പറഞ്ഞാൽ മതം മാറും, ലോർഡ് ഈ മതം സ്വീകരിക്കാൻ പറഞ്ഞാൽ ഈ മതം സ്വീകരിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു വലിയ വിഷയമാക്കി നമ്മൾ എടുക്കേണ്ടതില്ല. മതം എന്നുള്ളത് വലിയ വിഷയമാക്കിയിട്ടുണ്ട്, ചരിത്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ ഇതില് പിന്നെ സെന്റ് ഹെലേന അന്ന് പണിയെടുപ്പിച്ച പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ ഒന്ന് ചർച്ച് ഓഫ് നേറ്റിവിറ്റി, ബത്ലഹേമിലെ ഈശോ ജനിച്ചതുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുള്ള ദേവാലയം ഇപ്പോഴും അവിടെയുള്ള ദേവാലയമാണ്. 2 ഈശോ സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയത് ഒലിവുമലയുടെ മുകളിൽ നിന്നാണ്. അവിടെ ചർച്ച് ഓഫ് എസന്റ് എന്ന് പറയുന്ന ഒരു ദേവാലയമുണ്ട്. അത് ഒലിവുമലയിലുള്ള ദേവാലയമാണ്. അത് സെയിന്റ് ഹെലേന 326 കൺസ്ട്രക്ട് ചെയ്തതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച് ഓഫ് റിസറക്ഷൻ എന്ന് പറയുന്ന ചർച്ച് അത് ഗോൽഗാത്തോയോട് അനുബന്ധിച്ച് പണിത ദേവാലയമാണ്. ആ ദേവാലയവും സെയിന്റ് ഹെലേന പണിതീർത്തതാണ്. അപ്പോൾ അവിടെ അത് മുതലേ കുറച്ച് ദേവാലയങ്ങളുണ്ട്. അപ്പോൾ ഈ 3 ദേവാലയങ്ങൾ പ്രമുഖമായിട്ടും സെയിന്റ് ഹെലേനയുടെ കാലത്ത് ഈ AD 326 കാലഘട്ടത്തിൽ പണി തുടങ്ങി ചെയ്ത ദേവാലയങ്ങളാണ്. അതിൽ ഈ ഒരു ദേവാലയം ചർച്ച് ഓഫ് റിസറക്ഷൻ എന്ന് പറയുന്ന ഈശോയുടെ തിരുവുത്ഥാനവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ദേവാലയം, ആ ദേവാലയം എല്ലാ കാലത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം പിശാചിന് ഏറ്റവും അധികം പ്രയാസം ഉണ്ടാകുന്ന കാര്യം ഈശോയുടെ കുരിശാണ്. ഈശോയുടെ കുരിശുമരണമാണ് മനുഷ്യനെ രക്ഷിച്ചിട്ടുള്ളത്. അത് പിശാചിനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ പരാജയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദേവാലയം നിരന്തരമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന ജൂതന്മാരുടെ ആ സൈറ്റ്, അവരുടെ ദേവാലയത്തിന്റെ സൈറ്റ് ഒരു കാരണവശാലും ക്രിസ്ത്യാനികൾ തൊട്ടിട്ടില്ല. അത് ഒരു കാലത്തും ക്രിസ്ത്യാനികൾ അവിടെ കൈവച്ചിട്ടില്ല. അത് അവരുടെ ടെമ്പിൾ മൗണ്ട് ദാറ്റ് ഈസ് സ്പെയർഡ്, അത് ഒഴിവാക്കപ്പെട്ടു. കൂടാതെ ഈ ടെമ്പിൾ മൗണ്ടിൽ പല തവണ എർത്ത്ക്വേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവരെ ശരിക്കും ഒരു 3ാം ടെമ്പിളിന് വേണ്ടി ഒരു ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു റോമൻ രാജാവിന്റെ കാലഘട്ടത്തിൽ AD 500-കളിൽ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ദേവാലയത്തിന്റെ കൺസ്ട്രക്ഷൻ രാജാവ് അനുവദിച്ചു, കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു വലിയ ആവേശത്തോടു കൂടി ടെമ്പിൾ മൗണ്ടിൽ വീണ്ടും ഒരു 3ാം ദേവാലയം ഒരു കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഒരു 6-7 വർഷത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ ഒറ്റ കുലുക്കും. അത് കല്ലോട് കല്ല് ശേഷിക്കാതെ മുഴുവൻ സാധനവും പോയി. പിന്നെ അവർക്ക് ആ ശ്രമം തുടരാൻ സാധിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഭൂമി കുലുക്കം കൊണ്ട് അവിടെ അടിഞ്ഞുകൂടിയ ഈ വേസ്റ്റ് ഇത് നീക്കം ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ ആ ദേവാലയം പണി അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീടൊന്നും രാജാക്കന്മാരെ ജ്യൂസിനെ അംഗീകരിച്ചില്ല. ഇടയ്ക്ക് ഒരൊറ്റ രാജാവ് മാത്രമാണ് ജ്യൂസിനോട് ഒരു കൺസെഷൻ കാണിച്ചത്, ഈ ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ. ആ രാജാവ് ഒരു ദേവാലയം പണിയാൻ അവസരം കൊടുത്തിരുന്നു. പക്ഷേ അത് ഭൂമി കുലുക്കത്തിൽപ്പെട്ട് അവസരം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഈ സെന്റ് ഹെലേനയുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവര് ഈശോയെ തറച്ച കുരിശ് കണ്ടെത്തി എന്നുള്ളതാണ്. അത് AD 326-ലാണ് ഈശോയെ തറച്ച കുരിശ് സെയിന്റ് ഹെലേന കണ്ടെത്തുന്നത്. അവരത് കണ്ടെത്തിയ ശേഷം ഈ ചർച്ച് ഓഫ് റിസറക്ഷൻ എന്ന് പറയുന്ന ദേവാലയത്തിൽ ആ കുരിശ് അവർ സൂക്ഷിച്ചു. അപ്പം ഈ ഈശോയെ തറച്ച കുരിശ് കണ്ടെത്തുകയും അത് ചർച്ച് ഓഫ് റിസറക്ഷനിൽ സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 451-ൽ AD 451-ൽ ജെറുസലേമിനെ ഒരു പാട്രിയാക്കായിട്ട് കത്തോലിക്ക സഭ അംഗീകരിക്കുകയും അവിടെ ഒരു പാത്രിയാർക്കീസിനെ നിയമിക്കുകയും ചെയ്തു. അപ്പോൾ അതോടെ ഈ ജെറുസലേം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രമുഖമായ സെന്ററായി തീർന്നു. ഈ AD 451 ആയപ്പോഴേക്കും ഈ ഇസ്രായേൽ റീജിയനിലുള്ള ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും ഇസ്രായേൽ, ലെബനോൺ, സിറിയ ആ റീജിയനിലൊക്കെയുള്ള എല്ലാ മനുഷ്യരും തന്നെ ക്രിസ്തു മതത്തിൽ പെടുന്ന ആളുകളായി തീർന്നു. പേരിന് യഹൂദർ അവിടെ ഉണ്ട്. അത് ബലമായിട്ട് മതം മാറ്റുന്നില്ല. ഞാനീ പറഞ്ഞ അന്നത്തെ ഒരു ടെക്നിക്ക് ഇതാണ്.
നിങ്ങൾ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമല്ലാത്ത മതം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ ടാക്സ്. അപ്പോൾ ആളുകൾ അത് ടാക്സ് കൊടുക്കാൻ പഠിച്ചിട്ട് അവർ മതം കൊണ്ട് മാറിക്കളയും, അതാണ് എളുപ്പം അവർ വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഓർക്കണം 614 ഈ പേർഷ്യയിൽ നിന്ന് വരുന്ന ആ കാലത്ത് പേർഷ്യയിൽ ഒരു വളരെ ശക്തമായ ഒരു സാമ്രാജ്യമുണ്ട്. അതിൻ്റെ പേര് സസനൈഡ് എംപയർ എന്നാണ്. സസനൈഡ് എംപയർ എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ റോമാ സാമ്രാജ്യമുണ്ട്. പടിഞ്ഞാറോട്ട് മുഴുവൻ ഈ പേർഷ്യയ്ക്ക് പടിഞ്ഞാറോട്ട് മുഴുവൻ റോമാ സാമ്രാജ്യമാണ്. അപ്പോൾ അതിനപ്പുറത്ത് സസനൈഡ് എംപയർ എന്ന് പറയുന്ന ഒരു രാജ്യം പേർഷ്യ മീൻസ് ഇറാൻ സെൻറ്റർ ആക്കിക്കൊണ്ട് സസനൈഡ് സാമ്രാജ്യം, അതും നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു സാമ്രാജ്യമാണ്. അപ്പോൾ ഈ റോമാ സാമ്രാജ്യവും ഈ സസനൈഡ് സാമ്രാജ്യവും തമ്മിൽ നിരന്തരമായിട്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ആ യുദ്ധങ്ങൾ രണ്ടു കൂട്ടർക്കും വിജയവും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സസനൈഡ് സാമ്രാജ്യത്തിൽ നിന്നാണ് ഈ പലസ്തീന റീജിയൻ അടക്കമുള്ള റീജിയനുകളൊക്കെ റോമാ സാമ്രാജ്യം പിടിച്ചെടുത്തിട്ടുള്ളത്. അവർ പടവെട്ടി പിടിച്ചെടുത്തിട്ടുള്ളത് ഇവരുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഇവരെ പിന്നീട് ഇങ്ങോട്ട് വരികയും അങ്ങനെ AD 614 ഇവർ ഈ പാലസ്തീന റീജിയൻ മൊത്തം കീഴടക്കുകയും ചെയ്തു. ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പാലസ്തീന റീജിയൻ ഈ സസനൈഡ് സാമ്രാജ്യം പിടിച്ചെടുത്തു. 614 ഈ സംഭവം ഉണ്ടാകുന്നത്. പിടിച്ചെടുത്തു കഴിഞ്ഞ് അവർ ആ വിജയത്തിൻ്റെ ഒരു ട്രോഫിയായിട്ട് ഈ ഈശോയെ തറച്ച കുരിശ് അവന്മാരെടുത്തോണ്ട് പോയി കിടന്നു. ഇവർ ഈ ദേവാലയത്തിൽ നിന്ന് ഈശോയെ തറച്ച കുരിശ് വിജയത്തിൻ്റെ ട്രോഫി എന്ന നിലയിൽ അവരത് എടുത്ത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി, ഇറാനിലേക്ക് കൊണ്ടുപോയി. അപ്പം ഇറാനിലേക്ക് കൊണ്ടുപോയി മീൻസ് പേർഷ്യയിലേക്ക് കൊണ്ടുപോയി 628 ഇത് സംഭവിക്കുന്നത് 614 627 ബൈസന്റൈൻ രാജാവായിട്ടുള്ള ഹെറാക്ലിയസ് എന്ന് പറയുന്ന രാജാവ്, ബൈസന്റൈൻ രാജാവ് AD 628 സസനൈൻ സാമ്രാജ്യത്തിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഈ കുരിശ് അദ്ദേഹം വീണ്ടെടുത്ത് തിരിച്ച് പിന്നെ ഈ ചർച്ച് ഓഫ് റിസറക്ഷനിൽ കൊണ്ടുവന്ന് ആ സംഗതി സ്ഥാപിച്ചു 628. പക്ഷെ അദ്ദേഹത്തിന് അധികം നാൾ ഈ പാലസ്തീന റീജിയൻ കയ്യിൽ വയ്ക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും ഇസ്ലാം മതം രൂപപ്പെട്ട് ഖലീഫമാരുടെ കാലം തുടങ്ങി. അപ്പം നമുക്കറിയാം മുഹമ്മദ് ജനിക്കുന്നത് 571 മുഹമ്മദ് 632 മരിച്ചു. അദ്ദേഹത്തിന് വലിയൊരു ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാനിനുള്ളിൽ തന്നെ അറേബ്യൻ റീജിയൻ മുഴുവൻ അദ്ദേഹം കോൺകർ ചെയ്തിരുന്നു. അങ്ങനെ അറേബ്യൻ റീജിയൻ കോൺകർ ചെയ്തതിന് ശേഷം അദ്ദേഹം ആദ്യം കടന്നു വരുന്നത് ഈ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ പാലസ്തീന റീജിയനിലേക്കാണ്. അദ്ദേഹത്തിന്റെ ആളുകൾ, അദ്ദേഹം 632 മരിച്ചു കഴിഞ്ഞ് പിന്നെ ഖലീഫമാരെന്ന് പറഞ്ഞാൽ മുഹമ്മദുമായിട്ട് ബ്ലഡ് റിലേഷൻ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന കുടുംബങ്ങളാണ് ഈ ഖലീഫമാരുടെ കുടുംബങ്ങൾ എന്ന് പറയുന്നത്. കുറേ പേരുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഉമർ ഖലീഫ എന്ന് പറയുന്ന ആളാണ് ഈ 634 ഈ പാലസ്തീന റീജിയൻ പിടിച്ചെടുക്കുന്നത്. അപ്പം 628 ബൈസന്റൈൻ രാജാവ് സസനൈഡ് എംപററിൽ നിന്ന് ഈ പാലസ്തീന രാജ്യം തിരിച്ചു പിടിച്ചിട്ട് കുറച്ചു കാലത്തിന് അദ്ദേഹത്തിന് കൈവയ്ക്കാൻ പറ്റുള്ളൂ. 6 വർഷത്തിനുള്ളിൽ തന്നെ ഇത് ഉമർ ഖലീഫ വന്ന് ഈ പാലസ്തീന റീജിയൻ കീഴടക്കും. അപ്പോൾ ഉമർ ഖലീഫയാണ് ആദ്യമായിട്ട് പാലസ്തീന റീജിയനിൽ കടന്നു വരുന്ന മുസ്ലിം രാജാവ്. അദ്ദേഹം മുഹമ്മദ് നബിയുടെ പിന്തുടർച്ചക്കാരാണ്. മുഹമ്മദ് നബി 632 മരിക്കുന്നു. 634 ഈ പാലസ്തീന റീജിയൻ കീഴടക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് പക്ഷേ ഇവർ കടന്നു വന്നെങ്കിലും അവർ പെട്ടെന്ന് മതം ഇമ്പോസ് ചെയ്യാനും ഇന്നിപ്പം നമ്മൾ കാണുന്നത് പോലെ കയറി വന്ന പിറ്റേ ദിവസം ഈ നമ്മൾ ടിപ്പുമൊക്കെ ചെയ്തു എല്ലാവരും പിടിച്ച് മുസ്ലിം ആക്കുന്ന പരിപാടിയൊന്നുമില്ല. അന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവർ ആ പ്രദേശം കീഴടക്കിയെന്നല്ലാതെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വളരെ ടോളറൻ്റ് ആയിരുന്നു ആ കാലത്ത്. അവർ ആരെയും മതം മാറ്റാൻ ശ്രമിച്ചിരുന്നില്ല, അവിടുത്തെ സോഷ്യൽ ഓർഡർ ഒന്നും മാറ്റാൻ ശ്രമിച്ചിരുന്നില്ല. അപ്പം ഈ പറയുന്ന ചർച്ചകളൊന്നും ആ സമയത്ത് അവർ ആക്രമിച്ചിരുന്നില്ല. അതൊക്കെ പിന്നീടാണ് അതിലേക്ക് വരുന്നത്. അപ്പം ഈ പ്രദേശം മുസ്ലിങ്ങളുടെ കയ്യിൽ പെട്ടു എന്നുള്ളതാണ്. അപ്പം അത് അന്ന് ആ മുസ്ലിങ്ങളുടെ കയ്യിൽ പെട്ടതിന് ശേഷം പിന്നെ കുരിശ് യുദ്ധക്കാർ കുറച്ചു കാലം അവരുടെ കയ്യിൽ, ഏതാനും നൂറ്റാണ്ടുകൾ കുരിശ് യുദ്ധത്തിന് ശേഷം ക്രിസ്ത്യാനികളുടെ കയ്യിൽ ആ പ്രദേശം വന്നിട്ടുണ്ട്. എന്നല്ലാതെ പിന്നീട് ബൈസന്റൈൻ സാമ്രാജ്യത്തിന് പിന്നീട് അങ്ങോട്ട് കടന്നു വരാൻ സാധിച്ചിട്ടില്ല. ബൈസന്റൈൻ സാമ്രാജ്യം ടർക്കിയുടെ റീജിയനിലേക്ക് അങ്ങോട്ട് ഒതുങ്ങി. ടർക്കിയുടെ റീജിയൻ പിന്നെ കുറച്ച് യൂറോപ്പിന്റെ ഭാഗങ്ങളും ഒക്കെ ആയിട്ട് ബൈസന്റൈൻ സാമ്രാജ്യം അങ്ങ് ഷോർട്ടൺ ചെയ്തു പോയി. ഇത് പിന്നെ ഈ മുസ്ലിം ഇൻവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അങ്ങ് വന്നു. അത് വന്നിട്ട് ഇവര് പിന്നെ ഈ കാക്കസ് റീജിയൻ എന്ന് പറഞ്ഞാൽ കരിങ്കടലിന്റെ ചുറ്റുമുള്ള റഷ്യയുടെ മറ്റേ കസാക്കിസ്ഥാൻ, അസർബൈജാൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇന്നത്തെ സാമ്രാജ്യങ്ങളെല്ലാം ചേർത്ത് ആ പ്രദേശം മൊത്തം അവർ പിടിച്ചു. അപ്പോൾ യൂറോപ്പിന്റെ ബൗണ്ടറിയിലുള്ള രാജ്യങ്ങൾ, റഷ്യയിൽ പിന്നീട് USSRന്റെ ഭാഗമായി തീർന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഖലീഫമാരെ പിടിച്ചു. കൂടാതെ അവർ പിന്നെ ഈ ഇസ്രായേലിന്റെ ഭാഗത്ത് കടന്നു കഴിഞ്ഞാൽ ഈജിപ്തിലേക്ക് കിടക്കാം. അങ്ങനെ അവർ ഈജിപ്തിലേക്ക് കടന്നു. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ. ഈജിപ്തിലേക്ക് കടന്നതിന് ശേഷം അവർ മെഡിറ്ററേനിയൻ്റെ സൈഡിലൂടെ മുൻപോട്ട് കിടക്കുമ്പം ഈജിപ്ത് കഴിഞ്ഞാൽ പിന്നെ മെഡിറ്ററേനിയൻ സൈഡിൽ വരുന്ന നമ്മൾ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുമ്പോൾ അടുത്ത രാജ്യം ലിബിയയാണ്, പിന്നീട് അൾജീരിയയാണ്, ഏറ്റവും ലാസ്റ്റ് മൊറോക്കയാണ്. മൊറോക്ക എത്തുമ്പോഴത്തേക്ക് അറ്റ്ലാന്റിക്കിലെത്തി.
അപ്പോൾ ഇവിടെ ഈ മെഡിറ്ററേനിയൻ റീജിയനിലൂടെ മെഡിറ്ററേനിയനോട് ചേർന്ന് കിടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ ഓരോന്നോരോന്നായി ഖലീഫമാര് ഓരോ കാലത്ത് പിടിക്കുന്നു. ഇത് നൂറ്റാണ്ടുകൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യമാട്ടോ, ഞാൻ ജസ്റ്റ് ആ ചരിത്രം ഒന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നൂറ്റാണ്ടുകൾ കൊണ്ട് ഇവർ ഈ പിന്നെ മെഡിറ്ററേനിയൻ്റെ സൈഡിലുള്ള രാജ്യങ്ങൾ ഓരോന്നോരോന്നായി പിടിച്ച് അങ്ങ് അറ്റത്ത് മൊറോക്കോയുടെ സൈഡിലെത്തുമ്പോഴേക്കും അറ്റ്ലാന്റിക്കിലേക്ക് എത്തി. ഇവിടെ യൂറോപ്പും ആഫ്രിക്കയും തമ്മിൽ ചെറിയൊരു അകലം മാത്രമേ ഉള്ളൂ. ജിബ്രാൾട്ടർ കടലെടുക്ക് എന്ന് പറയുന്ന ചെറിയ വളരെ വീതി കുറഞ്ഞൊരു കടൽ മാത്രമാണ് ഇവിടെ യൂറോപ്പിനെയും ആഫ്രിക്കയും തമ്മിൽ വേർതിരിക്കുന്നത്. മൊറോക്കോയിൽ നിന്ന് ഇവർ ചാടി യൂറോപ്പിലേക്ക് കടന്നു. യൂറോപ്പിലേക്ക് കടന്ന് അവിടെ ആദ്യം വരുന്നത് സ്പെയിനാണ്. അപ്പോൾ അവർ സ്പെയിൻ പിടിച്ചു, ഇറ്റലി പിടിച്ചു, പിന്നെ ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ചെറിയൊരു ഭാഗം കൂടി പിടിച്ചു. അങ്ങനെ ഈ ഖലീഫമാരുടെ ഏറ്റവും പ്രമുഖമായ കാലത്ത് യൂറോപ്പിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള കുറേ ഏരിയയും കൂടി അവരുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നീട് ആദ്യം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് യൂറോപ്പാണ്. പിന്നീട് ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ട് ഖലീഫമാർ പിന്നീട് ചുരുങ്ങുന്ന കാര്യമൊക്കെ നമുക്കറിയാം. മൊത്തം ചരിത്രത്തിലേക്ക് ഞാൻ വരുന്നില്ല. എന്തായാലും ശരി, ഇവർ പിന്നെ ആ പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കി പിന്നെ യൂറോപ്പിൽ വരെ അവർ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ചെറിയൊരു കാലഘട്ടത്തിൽ പിന്നെ യൂറോപ്പ് മാർപ്പാപ്പയുടെ വളരെ അടുത്ത് വരെ ഇവർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇവരെത്തിയത് പിന്നെ ടർക്കി വഴിയല്ല. യൂറോപ്പിലേക്ക് പ്രവേശിക്കാൻ സാധാരണഗതിയിൽ ഏഷ്യയിൽ നിന്ന് പോകുന്നവർക്കുള്ള വഴി ടർക്കി വഴി അങ്ങോട്ട് കയറാവുന്നതാണ്. ടർക്കി ഒരു യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഇടയ്ക്കുള്ളൊരു ഗേറ്റാണ്. പക്ഷേ ഇവർ ടർക്കി വഴി ഇവർക്ക് കയറാൻ പറ്റില്ല, കാരണം അവിടെ ബൈസന്റൈൻ ഉണ്ട്. ആ ബൈസന്റൈൻ സാമ്രാജ്യം ഒരു കാവൽ പോലെ ഏകദേശം AD 1400 വരെ ബൈസന്റൈൻ സാമ്രാജ്യം അവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് ആ വഴിക്ക് മുസ്ലിങ്ങൾക്ക് യൂറോപ്പിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അവർ കടക്കാൻ ഉപയോഗിച്ച വഴി പാലസ്തീനിയൻ റീജിയൻ പിടിച്ചിട്ട് പിന്നെ മെഡിറ്ററേനിയൻ്റെ മറ്റേ സൈഡിൽ കൂടി ആഫ്രിക്കൻ റീജിയനിലൂടെ പോയി അങ്ങേയറ്റത്തെത്തിയിട്ട് യൂറോപ്പിലേക്ക് കടക്കുകയാണ് ചെയ്തത്. യൂറോപ്പിലേക്ക് കടന്ന് ആ യൂറോപ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള രാജ്യങ്ങളാണ് പിടിച്ചത്, കിഴക്കുള്ള രാജ്യങ്ങളല്ല. അത് പിന്നീട് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ശരി, ഇപ്പോൾ പിന്നെ ഈ ഈശോയുടെ കുരിശ് ഇവർ കൊണ്ടുപോയി ഇവരുടെ തിരിച്ച് ഈ റിസറക്ഷൻ ദേവാലയത്തിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇപ്പോൾ റിസറക്ഷൻ ദേവാലയത്തിൽ ഈശോയുടെ കുരിശ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് തൽക്കാലം ഈ ചരിത്രം അവിടെ നിർത്താം. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ഓളയത്തിൽ പറഞ്ഞു.